അടവ് ഒരു നയമാക്കിയിരിക്കുന്നു പി വി അൻവർ എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെ ആ രൂപത്തിൽ ഫ്രെയിം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പി വി അൻവറിൻ്റെ അടവുകളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അടവ് അങ്ങ് ആളിക്കത്തി ആ പ്രതിഭാസം അങ്ങ് കെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു പി സി ജോർജിൻ്റെ അടുത്ത ആളായി, പി സി ജോർജിനെ പോലെ അടുത്ത ആളായി മാറുകയാണ് പി വി അൻവർ. ആ രൂപത്തിൽ അവസാനിക്കാനാണ് സാധ്യത. പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പി സി ജോർജിന് ആ തരത്തിൽ ബി ജെ പിയും അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതേ രീതിയിലാണ് ഇപ്പോൾ അൻവറും പ്രതികരിച്ചിട്ടുണ്ട്. അൻവർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്നലെ ഒരു നെക്സസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് പിണറായി വിജയൻ, വി ഡി സതീശൻ, RSS നെക്സസ് ആയിരുന്നു. ഇന്നിപ്പോൾ വി ഡിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെയാണ് പറയുന്നത്. ഇന്നലെ ആര്യടൻ ഷൗക്കത്ത് പണപ്പിരിവ് നടത്തുന്നു, ആ പണം തട്ടുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അതേ കാര്യമാണ് മുഹമ്മദ് റിയാസിനെതിരെ പറയുന്നത്. അദ്ദേഹം നവകേരള യാത്രക്കിടയിൽ കോൺട്രാക്ടർമാരിൽ നിന്ന് പണം പിടിച്ചതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പല നേതാക്കൾക്കുമെതിരായ തെളിവ് നിലമ്പൂർ അങ്ങാടിയിൽ ടി വിയിൽ കാണിക്കാൻ പോകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങാടിയിൽ വെച്ച് കാണിക്കാവുന്ന എന്തൊക്കെയോ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും അത് ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കാനുള്ളതാണ് എന്നുമാണ് അൻവർ പറയുന്നത്. അപ്പോൾ അൻവറിൻ്റെ കയ്യിൽ ആർക്കൊക്കെയോ എതിരെയുള്ള എന്തൊക്കെയോ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇതൊരു തരം ഭീഷണിയുടെ രാഷ്ട്രീയമാണ്.